ഹലോ ഗായ്സ്, വെൽക്കം ടു ഇറ്റ്സ് മീ വിസ്. നമ്മളിന്ന് ഗുരുവായൂർ പോവാം. ഓട്ടോയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. ഞാനിവിടെ എന്തോ പട്ടിഷോ കാണിക്കുന്നതെന്നാണ് എൻ്റെ അമ്മമ്മ ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതെൻ്റെ ആൻറ്റീൻ്റെ മോളാണ്. ഞാനും ഇത്രയും പേരാണ് പോകുന്നത്. അമ്മമ്മ, ആൻറ്റി, അമ്മയുടെ അനിയത്തി, അമ്മ, ആൻറ്റീൻ്റെ 2 മക്കൾ. ഇത് മൂത്താൾ, ഇത് രണ്ടാമത്തെ ആൾ. ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. ട്രെയിൻ കയറി അവർക്ക് സീറ്റ് കിട്ടിയില്ല. അമ്മമ്മ യൂഷ്വലി ഉറങ്ങാൻ തുടങ്ങി. അവർ ഗോസിപ്പ് അടിക്കാൻ തുടങ്ങി അവിടുന്ന്. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി. എല്ലാവർക്കും വിശക്കുന്നതുകൊണ്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ കുറച്ച് ഉള്ളിവടയും വടയും എന്തൊക്കെയോ കഴിച്ച്. ചെക്കൻ കാര്യമായിട്ടുള്ള പുള്ളിങ്ങാണ്. പിന്നെ ഞാനും അവനും കൂടി അവൻ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചിട്ടാട്ടോ നിന്നത്. ഞാനൊരു ബദാം മിൽക്ക് കുടിച്ചു. ഞാനൊരു വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ട് അവരെടുത്തുന്ന വീഡിയോ ആണ് എനിക്ക്. ഞങ്ങൾ ഇറങ്ങിയത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്, കോഴിക്കോട് നിന്ന്. ഞങ്ങൾ ഇത്രയും പേര് എന്നിട്ട് ഞങ്ങൾ ലേറ്റായി, ഓൾറെഡി 9 മണിയായി. അപ്പോൾ ഞങ്ങൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ടാക്സി കയറി. ആൾ നല്ല കത്തി പൈസ പറഞ്ഞു കേട്ടോ. കുറ്റിപ്പുറത്തുനിന്ന് ഗുരുവായൂരൊക്കെ എത്രയോ 1500 എന്തോ പറഞ്ഞു. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണിച്ചു തട്ടാണ് കൊണ്ടുപോയത്. ഇത് ആമ്പൽപ്പാടാണ്. നല്ല കുറേ ആമ്പൽ പൂത്ത് നിൽക്കുന്നതും ഭയങ്കര പ്രകൃതി രമണീയത ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ എനിക്ക് പൂ വേണമെന്ന് പറഞ്ഞു. ഞാൻ പൂ വാങ്ങി. എല്ലാവരും വാങ്ങി. ഞാൻ വാങ്ങുന്നുണ്ടപ്പോൾ എല്ലാവരും വാങ്ങി. ഞാൻ ഇതുവരെ കാണാത്തൊരു തിരക്കായിരുന്നു ഗുരുവായൂർ. പറയുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പക്ഷേ തിരക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 9:30 ക്യൂ നിന്നിട്ട് ഞങ്ങൾ ദൈവത്തിനെ കണ്ടിറങ്ങിയത് വൈകുന്നേരം 4:30. പക്ഷെ എന്താണ്, നിന്ന് മടുത്തു. പക്ഷെ എന്താ, അടിപൊളിയായിട്ട് ആനയും തിടമ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ദർശനം കിട്ടി. ഇറങ്ങിയപ്പോഴത്തേക്ക് വൈകുന്നേരമായി. വിളക്ക് വെക്കേണ്ട സെറ്റപ്പൊക്കെ ആയി. അങ്ങനെ എല്ലാം ഇവിടെ അലങ്കരിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും കൂട്ടി ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ഫോട്ടോസ് ആയിരുന്നു വേണ്ട ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ ഷോപ്പുണ്ടല്ലോ, അവിടെയൊക്കെ കണ്ട് കുറേ സാധനങ്ങളൊക്കെ നോക്കി. എനിക്ക് ആ ഉണ്ണിക്കണ്ണനും മഞ്ചാടിയും ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അത് വാങ്ങിയില്ല. വേറെ കുറച്ച് സ്ഥലത്തുള്ള സാധനങ്ങൾ വാങ്ങി. അവർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഇത് കണ്ട് ഞാൻ തിരിച്ചിറങ്ങുമ്പോഴായിരുന്നു. ഞാൻ വൈകുന്നേരത്തെ ഗുരുവായൂർ ഇതുവരെ കണ്ടിട്ടില്ല. ബ്ലെസ്സിങ് എന്ന് പറയണോ എന്താണെന്നറിയില്ല. നേരത്തെ പോകുന്നതുകൊണ്ട് ഇതൊന്നും എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഫുള്ള് ലൈറ്റൊക്കെ ചെയ്ത് ഫുള്ള് വിളക്കൊക്കെ കത്തിച്ചപ്പം അത് വേറൊരു വൈബായിരുന്നു. അതിങ്ങനെ കണ്ട് ഭയങ്കര ഡിവൈനായിരുന്നു. അതിങ്ങനെ കണ്ട് നിൽക്കാൻ തന്നെ എന്ത് രസമായിരുന്നു അറിയോ. ഞാൻ കുറേ സമയം അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിന് പോകണ്ട, നേരെ ബസ്സിന് കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ച് ബസ് കയറി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കോഴിക്കോട് എത്തി. ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങളിവിടെ എൻ്റെ അനിയത്തിനെ കത്തിക്ക്, അവൾ വർക്ക് കഴിഞ്ഞ് വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നട റോട്ടിൽ പോസ്റ്റ് അടിച്ച് അവളെയും കത്ത് കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അവിടെ നിൽക്കുകയാണ്. അവൾ വന്നില്ല കേട്ടോ ഗുരുവായൂർ. എനിക്ക് അനിയത്തിയുണ്ട്. എൻ്റെ വീട്ടിലെത്തി. അമ്മയുടെ മാക്സിയിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഭയങ്കര സമാധാനം. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയ പാൽപ്പായസവും കുടിച്ച് ഇന്നത്തെ ദിവസം ഞാനങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. ബൈ ബൈ.